എന്തോരം ആൾക്കാരാണ് കടയിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ഇടുക ചേച്ചി എന്നും പറഞ്ഞിട്ട് കമൻറ്റ് ഇടുന്നത്. എനിക്കാണെങ്കിൽ ആ സമയത്തൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ വീഡിയോ. ഞാനും എൻ്റെ കെട്ടിയാനും മുള്ളേ നിൽക്കണ പോലെയാണ് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കണം. അതിൻ്റെ ഇടയിൽ 6:45 ഓരോരുത്തർ കഴിക്കാനും വരും. പിന്നെ കറിയുടെ വീഡിയോ ഒക്കെ ഇടണമെന്ന് വെച്ചാൽ എൻ്റെ അനിയത്തി വന്ന സമയത്ത് ആ ടൈമിൽ എന്ത് ചെയ്യും, ആൾക്കാരൊക്കെ കുറവാണ്. ആ ടൈം നോക്കിയാണ് ഞാൻ കടയിൽ വീഡിയോ എടുക്കാനൊക്കെ കയറുന്നിട്ടാ. പിന്നെ അപ്പം ഇടിയപ്പമൊക്കെ ഞാൻ അപ്പം ആദ്യമൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പം അപ്പം ഉണ്ടാക്കാറില്ല. സെലാമൊക്കെയും മറ്റേ റഫീഖൊക്കെയാണ് അപ്പം ഇടിയപ്പം കൊണ്ടുവന്ന് തന്നെ കേട്ടാ. അപ്പം ഞാനോർത്ത് എൻ്റെ വീട്ടിലുണ്ടാക്കണ പാലപ്പത്തിൻ്റെ വീഡിയോ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് ഓർത്ത്. അപ്പോൾ പച്ചരിയൊക്കെ വെള്ളത്തിലിടാത്ത സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, നമ്മുടെ പത്തിരി ഇടിയപ്പത്തിൻ്റെ പൊടിയില്ലേ അത് വെച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യും. അങ്ങനെ 1.5 കപ്പ് അപ്പത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടാ. ഈ കപ്പിന് ഓരോ ഗ്ലാസ്സിലായാലും അളന്നിട്ടാൽ മതി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചോറും ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. പിന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്താണെന്നറിയാമോ, നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ പാലപ്പത്തിന്. കരിക്കിൻ്റെ വെള്ളമില്ലേ അതൊരു 1.25 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കരിക്ക് മേടിക്കാനായിട്ടേ വെണ്ണല അറക്കക്കടവ് പാലം വരെയും പോയിട്ടുണ്ടായിരുന്നു ഞാൻ. എന്നിട്ട് 2 എണ്ണം മേടിച്ചിട്ടുണ്ടെന്ന്. എന്തായാലും കരിക്കിൻ്റെ പാലപ്പം കഴിക്കണമെന്ന് തോന്നിയിട്ടാണ് അങ്ങനെ ചെയ്തത്. നല്ല ടേസ്റ്റാണേ, അതുകൊണ്ടിട്ടാണ്. പിന്നെ ടേസ്റ്റുള്ള സാധനം കഴിക്കാൻ ഏതറ്റം വരെ ഞാൻ പോകൂട്ടാ. അങ്ങനെ ഇതിലേക്ക് ഞാൻ 2 കരിക്ക് മേടിച്ചെങ്കിലും ഞാൻ 1.5 കരിക്ക് എടുത്തുള്ളൂ. ബാക്കി ഞാൻ കഴിച്ചേട്ടാ. കാരണം എന്ന് വെച്ചാൽ കരിക്കല്ലേ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ കുറേശ്ശെ വയലിട്ട് പോകാണ്ടിരിക്കൂലല്ല. പിന്നെ ഒരു 1/4 സ്പൂണ് നമ്മുടെ ഡ്രൈ ഈസ്റ്റാണ് ഇട്ട് കൊടുത്തേക്കണത്. 1/2 മണിക്കൂർ കൊണ്ടിട്ട് മാവ് പൊന്തിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈസ്റ്റ് ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ ഈസ്റ്റ് ചേർക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ ഈസ്റ്റ് ഒഴിവാക്കാം. അപ്പോൾ കുറച്ചും കൂടി താമസം വരും നമ്മുടെ മാവ് പൊന്തിക്കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഇതെല്ലാം കൂടി ഇളക്കി കൂട്ടിയതിന് ശേഷം മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് 1/2 മണിക്കൂർ ശേഷം നന്നായിട്ട് പതഞ്ഞ് പൊന്തിക്കിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ മാവ് അരക്കുമ്പോഴാണ് ഉപ്പ് ചേർത്ത് അരക്കേണ്ടത്. അല്ലാതെ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് ഇട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ ഉപ്പിട്ടിട്ട് ഇളക്കി കൂട്ടുമ്പോൾ നമ്മുടെ ഈ പതയില്ലേ ആ ബബിൾസൊക്കെ പൊട്ടിപ്പോകും. ചില ആൾക്കാർ പാലപ്പം ഉണ്ടാക്കുമ്പോഴേ ആദ്യത്തെ 5-8 നന്നായിട്ട് കുത്തുകുത്തൊക്കെ കിട്ടും, നല്ല ഭംഗിക്കൊക്കെ കിട്ടും. അതിന് ശേഷം എന്ത് ചെയ്യാന്ന് മാവില്ലേ ഇങ്ങനെ കുത്തുകുത്തൊന്നും വരാതെയൊക്കെ ആകും. അപ്പം ഒരു ഭംഗിയില്ലാണ്ട് വരും. അതെന്താണെന്ന് വെച്ചാൽ ഉപ്പിട്ട് കുറേ നേരം ഇട്ട് ഇളക്കുമ്പോൾ ആ പതയൊക്കെ അങ്ങോട്ട് പോകുമ്പോഴാണ് അങ്ങനെ ആയി വരുന്നത്. അപ്പം നമ്മൾ ആദ്യം തന്നെ ചട്ടിയിലേക്ക് നമ്മൾ മാവ് ഒഴിച്ചൊന്ന് ചുറ്റിച്ചതിന് ശേഷം കുറച്ച് സമയം തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്യണം. അതിന് ശേഷമാണ് മൂടി വെച്ച് കൊടുക്കണം. അങ്ങനെ ചെയ്യണേ പാലപ്പത്തിൻ്റെ അരിക്ക് നന്നായിട്ട് മൊരിഞ്ഞും അതേപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. ഞാനൊക്കെ പാലപ്പം ഉണ്ടാക്കണേ അപ്പോഴത്തേക്കുള്ള മാവ് മാത്രം ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ. അല്ലാതെ ബാക്കിയൊന്ന മാവ് ഞാൻ ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കാറില്ല. കാരണം എനിക്ക് ആ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള പാലപ്പത്തിൻ്റെ മാവ് ഇഷ്ടമല്ല. കാരണം ഒരു പുളി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ അന്നേക്കുള്ള മാവ് മാത്രം ഞാൻ അരച്ചെടുക്കാറുള്ളൂ. അപ്പോൾ അതേ നമ്മുടെ പാലപ്പം ഇവിടെ റെഡിയായിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള പാലപ്പം. ഇതിന് കറിയുടെ ഒന്നും ആവശ്യമില്ലടോ, വല്ല തേങ്ങാപ്പാലും കൂട്ടി കഴിച്ചാൽ മതി. അത്രയും ടേസ്റ്റാണ്, വായിലിട്ടെല്ലാം അലിഞ്ഞു പോകും. അതേപോലത്തെ പാലപ്പം നമ്മളിപ്പോൾ തയ്യാറാക്കിയേക്കണം. ഇനി വേണമെങ്കിലേ ആ മഞ്ഞ മുട്ടക്കറിയില്ലേ അതും കൂട്ടി അടിച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും. നാളെ നിങ്ങൾക്ക് ഏത് റെസിപ്പിയുടെ വീഡിയോ വേണമെന്ന് പറയട്ടെ. എനിക്കറിയാവുന്ന റെസിപ്പിയൊക്കെ ആണെങ്കിൽ ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കാൻ മറക്കരുത്. അതേപോലെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ടതിന് താങ്ക് യു.